ഒരു EV ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ എത്ര രൂപ ചെലവാകുമെന്നറിയാമോ? അത് എത്രയായാലും 100% സബ്സിഡിയോടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്. എന്താണ് ഈ പദ്ധതി എന്നും എങ്ങനെയാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതെന്നും എത്ര രൂപ വരെ കിട്ടുമെന്നും ഒന്ന് നോക്കിയാലോ. 2000 കോടി രൂപ ചെലവിൽ രാജ്യത്ത് 72,300 പൊതു EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ PME ഡ്രൈവ് എന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാരിനുണ്ട്. ഈ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കി. ഓഫീസുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, മാർക്കറ്റുകൾ, ഹൈവേകൾ ഇവിടെയെല്ലാം EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ അവസരമുണ്ട്. ഇനി ഇതിനൊക്കെ വലിയ ചെലവാകില്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. സർക്കാർ ഓഫീസുകളിൽ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ 100% വരെ സബ്സിഡി കിട്ടും. പക്ഷേ പൊതുജനങ്ങൾക്ക് ചില ഇളവുകൾ കൊടുക്കേണ്ടി വരും. ഷോപ്പിംഗ് മാളുകൾ, ഹൈവേകൾ, സിറ്റി സ്ട്രീറ്റുകൾ എന്നിവിടങ്ങളിലാണെങ്കിൽ 80% സബ്സിഡി. പൊതു ഇടങ്ങളിലേതിന് 70% സബ്സിഡി ലഭിക്കും. ഇനി ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകളാണെങ്കിൽ 80% വരെയും സബ്സിഡിയായി തന്നെ ലഭിക്കും. ചാർജിംഗ് യൂണിറ്റിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വെവ്വേറെയാണ് സബ്സിഡി. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി സംസ്ഥാന നോഡൽ ഏജൻസികൾക്ക് പ്രപ്പോസൽ സമർപ്പിക്കുകയാണ് ആദ്യഘട്ടം. ദേശീയ നോഡൽ ഏജൻസിയായ ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡിന്റെ സഹായത്തോടെ യൂണിറ്റ് സ്ഥാപിച്ചാൽ സബ്സിഡിയും ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലുണ്ട്.